മനുഷ്യരെ ഭൂരിപക്ഷം ആളുകളും സെൽഫിഷ് ആയിട്ടുള്ള ചിന്താഗതിയുള്ളവരാണ് കൂടുതലും. നമ്മൾ മറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും നമ്മൾ പറയും നിങ്ങളെല്ലാമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുതെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു നേച്ചറുണ്ട് നമ്മളിലെല്ലാം തന്നെ. ഉദാഹരണത്തിനൊരു ചൈനീസ് സ്റ്റോറിയിൽ ഒരു കുടുംബത്തിലെ ആ എല്ലാമായിരുന്ന ആ കുടുംബനാഥൻ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുകയാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലുള്ള എല്ലാവരും വളരെയധികം വിഷമത്തോടു കൂടി വിട്ട് കരയാൻ തുടങ്ങി. അല്ലാതെ അവർ വിഷമിക്കുകയാണ് വീട്ടിലുള്ളവരെല്ലാവരും. കാരണം ആ വീടിൻ്റെ എല്ലാ ആശ്രയമായിരുന്നു ആ വ്യക്തി. ആ സമയത്ത് ഇവരുടെ ഒരു സ്പിരിച്വൽ ഗുരു അവിടെ എത്തുകയും അദ്ദേഹം ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. വീട്ടിലെത്തി ഇവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഈ ഗുരുവിനടുത്തെത്തി വല്ലാതെ കരയാൻ തുടങ്ങി. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്ന അദ്ദേഹം മരിച്ചിരിക്കുന്നു. ഗുരുജി, ഏതെങ്കിലും രീതിയിൽ അങ്ങയുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഈ മരിച്ചുപോയ ഞങ്ങളുടെ എല്ലാമായ കുടുംബനാഥനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? അതാണ് എല്ലാവർക്കും ഗുരുജിയോട് ചോദിക്കാനുള്ളത്. ഗുരുജി കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും എനിക്ക് ഇദ്ദേഹത്തെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഒരേ ഒരു കണ്ടീഷൻ. എല്ലാവർക്കും ആകാംക്ഷയായി. എന്ത് കണ്ടീഷനാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇദ്ദേഹം ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഗുരുജി അവരോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ജീവിപ്പിക്കുമ്പോൾ നിങ്ങളിൽ ആരുടെയെങ്കിലും ഒരാളുടെ ലൈഫ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങളിൽ ഒരാൾ മരിക്കേണ്ടി വരും, എങ്കിലേ ഇദ്ദേഹത്തിലോട്ട് ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓരോരുത്തരും അവരുടേതായ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ ഗുരുജി വെച്ച് നിങ്ങൾക്ക് പറ്റുമോ? പ്രായമായ അവരുടെ അച്ഛനും അമ്മയും, ഈ വ്യക്തിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഞങ്ങൾ ഇനിയും കുറച്ച് നാളും കൂടി ജീവിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇങ്ങനെ പെട്ടെന്ന് മരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പ്രത്യേകിച്ച് മരണത്തെ ഞങ്ങൾക്ക് വല്ലാതെ ഭയമാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറി. ഭാര്യയോട് ചോദിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ വളരെ യങ് സ്റ്റേജിലാണിപ്പോൾ, ഞാൻ മരിക്കാൻ തീർച്ചയായിട്ടും തയ്യാറല്ല. എൻ്റെ കുട്ടികളുണ്ട്, അവരെ നോക്കണം. ഒരമ്മ നോക്കുന്നത് പോലെ മറ്റാർക്കും എൻ്റെ കുട്ടികളെ നോക്കാൻ കഴിയില്ല. അവരെക്കുറിച്ച് ഓർത്ത് ഞാൻ വല്ലാതെ വറിയിട്ടാണ്. എല്ലാവരും അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞൊഴിഞ്ഞു. ആരും ഈ മരിച്ച വ്യക്തിക്ക് പകരം അയാളെ ജീവിപ്പിക്കാൻ സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായില്ല. സമൂഹത്തിലെ പല സിറ്റുവേഷനിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ചുറ്റും പലരും ഉണ്ടാകും. അവരെല്ലാം നിങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ആണെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. പലപ്പോഴും ഒരു റിയൽ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ മുന്നോട്ട് വരുന്നവർ എത്ര പേരുണ്ടാകും? അതുകൊണ്ട് നിങ്ങളുടെ വിജയം മാത്രമാണ്. മറ്റ് കൂടെയുള്ളവരെ അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരൊന്നും ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ നിങ്ങളെ സഹായിക്കുന്നവരല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവുകയാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ വിജയം മാത്രമാണ്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ധാരാളം പേര് നിങ്ങളുടെ ചുറ്റുമുണ്ടാകും, ഇല്ലെങ്കിൽ ആരും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുകയില്ല. മറ്റൊരു ചിന്തയുമായി വീണ്ടും കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.